എല്ലാം എൻ്റെ പുതുതാട്ടോ. അപ്പോൾ നേരെ വീഡിയോ. അപ്പോൾ ഇതാണ് എൻ്റെ പുതിയ ബാഗ് കേട്ടോ. എല്ലാം ഞാൻ പുതുതാണ് വാങ്ങിച്ചിരിക്കണം. പിന്നെ ഇതാണ് പുതിയ ബാഗ്. ഞാൻ ഇവിടെ ഫസ്റ്റ് സിബിൽ തന്നെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു കീ ചെയിൻ നോക്കിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മ എനിക്ക് തന്നതാണ്. അപ്പോൾ ഈ ഒരു കീ ചെയിൻ നോക്കിയിട്ട് ഇത് ഫസ്റ്റ് സിബാട്ടോ. ഇതിൽ ഞാൻ അതിന് മുമ്പ് ഈ സിബുണ്ട്. ഇവിടെ ഞാനൊരു പുതിയ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സും പിന്നെ ബോട്ടിലൊക്കെ ഞാൻ വെക്കാൻ പോണത്. പിന്നെ രണ്ടാമത്തെ സിബിൽ ഞാൻ എൻ്റെ പൗച്ചാണ് വെച്ചിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ ബോക്സ് വാങ്ങിച്ച് എനിക്ക് ബോക്സ് യൂസ് ചെയ്ത് അതിനുള്ള ആഗ്രഹം തീർന്നു. ഞാൻ ഈ വർഷം ഞാൻ എൻ്റെ പൗച്ചാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സിബിൽ എൻ്റെ പൗച്ചിൽ ഞാൻ എൻ്റെ ഒരു കളർ ഇത് ക്രയോൺസ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ആവശ്യമില്ല അതിനാണ് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പുതിയ സ്കെയില്, പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ലിപ്സ്റ്റിക് റബ്ബർ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൻ്റെ ലിപ്സ്റ്റിക് റബ്ബർ തന്നെയാണ് പറയണമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതെൻ്റെ കട്ടറാണ്. പിന്നെ ഒരു റബ്ബർ ഞാൻ യൂസ് ചെയ്തിട്ട് ഇതൊക്കെയാണ് ഈ സിബിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് സിബിൽ ഞാൻ എൻ്റെ പെൻസിലും പെന്നും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പെൻസിൽ ഇതാണ് എൻ്റെ പെൻസിൽ. ഇതിന് ഒരു റബ്ബറിനൊരു ബാഗ് പോലെയായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. ക്യൂട്ടായിട്ടുള്ള സാധനം വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ പെൻസിൽ, പിന്നെ അതൊരു പെന്നാണ്. അതിൻ്റെ ടാപ്പൊക്കെ ഊരിപ്പോയിരിക്കുന്നത്. ഒരു പിങ്ക് കളർ ഇതുള്ളൊരു റിഫുള്ളൊരു പെന്നാട്ടോ അത്. പിന്നെ ഒരു ബ്ലാക്ക് പെന്ന്, പിന്നെ ഒരു ജെൽ പെന്നും കൂടി ഉണ്ട് കേട്ടോ. പിന്നെ 2-3 പെൻസിലും കൂടി ഉണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ എൻ്റെ വേറെ സിബിൽ ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ. പിന്നെ ഒരു ക്യൂട്ടായിട്ടുള്ള പെൻസിൽ ഉണ്ട് കേട്ടോ. എനിക്ക് ഒരു പ്രിൻസസിൻ്റെ എൻ്റെ ഫ്രണ്ട് ഞാൻ പഴയ സ്കൂളിലായിരുന്നല്ലോ പഠിച്ചു. അത് പറയാൻ മറന്നുപോയി. ഞാൻ പണ്ട് വേറൊരു വീട്ടിലായിരുന്നു, ഞാൻ റെൻറ്റിൻ്റെ വീട്ടിലായിരുന്നു. ആ വീട്ടിൽ ഞാൻ വാസവിദ്യാലയ പറഞ്ഞൊരു സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഞാൻ മലമ്പുഴയ്ക്ക് വന്നത്. എൻ്റെ അമ്മമ്മയുടെ വീടിൻ്റെ ഇപ്പുറത്ത് തന്നെയായിട്ട് ഞങ്ങൾ വീട് കെട്ടിയിരിക്കുന്നത്. ആ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ തന്നെ ഇപ്പം ഞാൻ ചേർന്നിരിക്കുന്നത്. നിർമ്മല മാതാ എന്ന പേര്. ആ സ്കൂളിലായിട്ട് ഞങ്ങൾ ചേർന്നിരിക്കുന്നത്. അപ്പം ആ സ്കൂളിലത്തെ പണ്ടത്തെ സ്കൂളിലത്തെ ഒരു ഫ്രണ്ട് എനിക്ക് തന്ന പെൻസിലാട്ടോ അത്. അപ്പൊ അതേ നെക്സ്റ്റ് ആയിട്ട് ആ സിബിൽ തന്നെ അട്ടിട്ട് വെച്ചിരിക്കുന്നത് എൻ്റെ പുതിയ ജോമെട്രി ബോക്സ് ആണ് കേട്ടോ അത്. എൻ്റെ വേറൊരു ജോമെട്രി ബോക്സ് ഉണ്ട്, എൻ്റെ ഏട്ടൻ്റെ ജോമെട്രി ബോക്സ് ഉണ്ട്. പക്ഷെ ഞാൻ അത് യൂസ് ചെയ്യില്ല. പണ്ടത്തെ ആയത് പൊട്ടും വരയ്ക്കൊക്കെ ചെയ്ത് കേട് വന്നു. ഞാൻ പുതിയൊരു ജോമെട്രി ബോക്സ് വാങ്ങിച്ചു കേട്ടോ. ഗ്രീൻ കളറാണ്, ഫുൾ ഗ്രീൻ കളറാട്ടോ ഗൈസ്. അപ്പം അതേ എല്ലാം കളർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. താഴെ പിന്നെ ഗ്രീൻ റബ്ബർ, ഗ്രീൻ കട്ടർ എല്ലാം ഗ്രീനാണ് കേട്ടോ ഗൈസ്. കട്ടർ ഗ്രീനാണ്, എല്ലാം ഗ്രീനാണ്, എല്ലാം ഗ്രീനാണ്. അപ്പോൾ ഇത്രയുള്ളൂ പെൻസിൽ. പിന്നെ കൂടെ പെൻസിൽ തരുമല്ലോ അതും ഗ്രീനാണ്. ചെറുതെനിക്ക് ചെറുതാക്കണം കേട്ടോ ഗൈസ്. വലുതാണ് ഇപ്പോൾ. അതാണ് എൻ്റെ ജോമെട്രി ബോക്സ്. ഗ്രീൻ കളർ ജോമെട്രി ബോക്സ് കേട്ടോ. ഇത്രയേ ഉള്ളൂ എൻ്റെ ഈ സിബ്, ഇത്രയേ ഉള്ളൂ. പിന്നെ ഉള്ളത് എന്ന് പറഞ്ഞാൽ ഈ ഒരു സിബാണ്. ഇവിടെ വാറണ്ടി കാർഡൊക്കെ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് നമ്മുടെ നെയിമും ഗ്ലാസ് അങ്ങനെ എന്തൊക്കെയൊക്കെ എഴുതാൻ കഴിയും. അത് നമ്മുടെ ഇഷ്ടമുണ്ട്. പിന്നെ ഈ സംഭവം എനിക്ക് എന്താണെന്ന് അറിയില്ല. എന്തെങ്കിലും ആണെങ്കിൽ എന്താണെന്ന് അറിയില്ല. എന്താണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ പറയുന്നില്ല. പിന്നെ ഈ സിബ് ഇത്രയേ ഉള്ളൂ. ഇതിലാണ്ട് ഞാൻ പെൻസിലും പിന്നെ ജോമെട്രി ബോക്സും ഒക്കെ ഇട്ടത്. ഈ സിബിൽ ഞാൻ എൻ്റെ നോട്ട് ബുക്സൊക്കെ ആട്ടോ വയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിബിൽ ഞാൻ വലിയ ഫയൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇവിടെ വെക്കും. പിന്നെ ഇവിടെ എൻ്റെ ടെക്സ്റ്റ് ബുക്കും വെക്കും ഉള്ളൂ. അപ്പോൾ ഗൈസ് അടുത്തതായിട്ട് എൻ്റെ പുതിയ ബോട്ടിലാണ്. ഞാൻ ബാഗിന് മാച്ചായിട്ട് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ് എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. കളർ ചെറിയൊരു ചേഞ്ച് ഉണ്ട്, ലൈറ്റ് ബ്ലൂ അങ്ങനെയൊക്കെ ആയിപ്പോയിട്ടുണ്ട്. ഇതൊരു ഗ്രീൻ ആണെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ ഇതാണ്, ഉള്ളിൽ സ്റ്റീലാണ് കേട്ടോ ഗൈസ്. പിന്നെ പുറത്ത് കുടിക്കുന്ന വശം പ്ലാസ്റ്റിക് ആണ്. അപ്പോൾ ഇതാണ് ബോട്ടിൽ വെക്കണ പോർഷൻ കേട്ടോ. ഇതാണ്. പിന്നെ ബോട്ടിൽ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു സാധനം. പിന്നെ നെക്സ്റ്റ് ആയിട്ട് നെക്സ്റ്റ് ആയിട്ട് എൻ്റെ ബോട്ടിൽ ഞാൻ വെച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ ലൂസായിട്ട് ചിലപ്പോൾ ഇങ്ങനെ വീണ് പോകില്ല. അപ്പം അതിന് വേണ്ടിയിട്ടാട്ടോ ടൈറ്റ് ആയിട്ടുള്ള സാധനം. അത് ഇങ്ങനെ നമുക്ക് ഇടാം കേട്ടോ. അങ്ങനെ ഇടാം. അപ്പോൾ ടൈറ്റ് ആയിട്ട് നിൽക്കണം ബോട്ടിൽ. ഇതിന് വേണ്ടിയിട്ടാട്ടോ ഈ സാധനം. അപ്പോൾ അത് എത്ര ഒഴിക്കാലും വീണ് പോകുന്നില്ല. ചെറുതൊക്കെ വീണ് പോകും, ഒന്നും കുഴപ്പമില്ല. ഇച്ചിരി ടൈറ്റായിട്ട് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ അത്. അപ്പം ഇതാണ് എൻ്റെ പുതിയ ബോട്ടിൽ.
പിന്നെ എൻ്റെ ബാഗിൻ്റെ ബാക്ക് വശത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, ടയറിനൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് എൻ്റെ ബാഗ്. അപ്പോൾ അത് നമുക്ക് ബസ്സിലൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന കുട്ടികളാണെങ്കിൽ നമുക്കിപ്പം ഈ കോയിൻസ് ഒക്കെ വെക്കില്ല, അതിന് വേണ്ടിയിട്ടുള്ള സാധനമാണ് വിചാരിക്കുന്നത്. അങ്ങനെ തൂക്കിയിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാൻ വേണ്ടി സാധനം സിപ്പൊക്കെ ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ളത് എൻ്റെ സ്നാക്സ് ബോക്സും ലഞ്ച് ബോക്സും ആണ് കേട്ടോ. ഇതാണ് എൻ്റെ ലഞ്ച് ബോക്സ്. ഇതാണ് ഞാൻ പറഞ്ഞ കളർ ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട്. ബ്ലൂ ഇത് ലൈറ്റ് ബ്ലൂ ആയിപ്പോയി, ഇത് ഡാർക്ക് ബ്ലൂ എന്തൊരു കളറാണ്. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ. പിന്നെ എൻ്റെ ബാഗിൻ്റെ കമ്പനി എന്ന് പറയുന്നത് സ്കൈ ബാഗ് ആട്ടോ. ഇതാ ഞാനും എൻ്റെ ഏട്ടും രണ്ടും ഒരേ കമ്പനി തന്നെ വാങ്ങിച്ചിരിക്കുന്നത്. ഇവിടെ പേരി കഴിക്കാനുള്ളതായിരുന്നു. പിന്നെ ചോറ്, എനിക്ക് ഇത്രയൊക്കെ ചോറ് മതി കേട്ടോ, ഇത്ര പോലും വേണ്ട. അമ്മ ഇത്രയും വലിയ സാധനം വാങ്ങിച്ചു തന്നാട്ടോ. പിന്നെ അടുത്തതായിട്ട് എൻ്റെ സ്നാക്സ് ബോക്സ് ആണ്, ബ്ലൂ കളറാട്ടോ. പക്ഷെ ഇത് ജസ്റ്റ് ചെറിയ ബോയ്സിൻ്റെ ആണ്, കുഴപ്പമില്ല. 2 വശങ്ങളുണ്ട് കേട്ടോ. സ്പൂൺ ഉണ്ട്, ഞാൻ കൊണ്ടുപോകില്ല, എന്നാലും കാണിച്ചതേ ഉള്ളൂ. ഇതാണ് എൻ്റെ സ്നാക്സ് ബോക്സ്. ഇത്രയേ ഉള്ളൂ എൻ്റെ സ്നാക്സ് ബോക്സ്, ലഞ്ച് ബോക്സ്, ബോട്ടിലൊക്കെ. പിന്നെ എൻ്റെ ഇതാണ് എൻ്റെ ബുക്ക് കേട്ടോ ഗൈസ്. ഇപ്രാവശ്യം എനിക്ക് ബയോളജി, സയൻസ്, സോഷ്യലൊക്കെ ഉണ്ട്, എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ എൻ്റെ ഫസ്റ്റ് ടൈം ആവട്ടെ. ഞാൻ അടുത്ത 6th അപ്പോൾ ഞാൻ ഇത്ര വർഷം 5th 6th ഞാൻ അടുത്തത്. ഇതാണ് കേട്ടോ എൻ്റെ ബുക്കുകളൊക്കെ ഉള്ളു, എൻ്റെ ബുക്ക്. പിന്നെ അത് ചെറിയ മൈ ലിറ്റിൽ ബുക്ക് ഒരു ബുക്ക് ഉണ്ട് കേട്ടോ. ഇതാണ് ചെറിയ സ്റ്റോറി ബുക്ക് പോലെയാണ് തോന്നുന്നു, സ്കൂളിൽ തന്നെ കിട്ടണതാട്ടോ. എനിക്കറിയില്ല, സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ ഇതെന്താണെന്ന് എനിക്കറിയുള്ളൂ. പിന്നെ ഇതൊക്കെയാണ് എൻ്റെ നോട്ട് ബുക്സ്. ഇതേണ്ടില്ലേ നിർമ്മല മാതാപിതാക്കളുടെ നോട്ട് ബുക്ക്. ഇതാണ് എൻ്റെ നോട്ട് ബുക്ക്. അപ്പം ഇതാണ് ഇന്നത്തെ എൻ്റെ ബാഗ് ബുക്കൊക്കെ ഞാൻ കാണിച്ചു തന്ന വീഡിയോ എന്ന് പറയുന്നത്. അപ്പം ഇതായിട്ട് എൻ്റെ പുതിയ ബാഗ് ഞാൻ എല്ലാം കാണിച്ചു തന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴത്തെ അടിപൊളി വീഡിയോ അതായിരിക്കും. ബൈ.